ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ അവകാശമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അവ സർക്കാരിന്റെ ഔദാര്യമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് UDF സർക്കാർ. പ്രിയദർശിനി യാത്രയിൽ വനിതകളെ പരിഹസിച്ച ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം നിന്ദ്യമാണെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, ഇപ്പോൾ ഈ പ്രിയദർശിനി യാത്രയുമായി ബന്ധപ്പെട്ട ഈ ഗതാഗത മന്ത്രി CP ജോണിന്റെ പരാമർശം വളരെയധികം വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം വ്യക്തമാക്കിയത്? അവന്തിക, CP ജോൺ നടത്തിയ ഈ പരാമർശത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കടുത്ത വിമർശനം തന്നെയാണ് ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോണിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ അവകാശമാണ് എന്നുള്ളതാണ് നയം. അത് LDFന്റെ നയവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള നയങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. UDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം അവരുടെ മുന്നോട്ടുള്ള പോക്കെല്ലാം അങ്ങനെയായിരുന്നു. അത്തരത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന ഓരോ പദ്ധതികളും ഔദാര്യമാണ് എന്ന രീതിയിലാണ് UDF സർക്കാർ അതിനെ കാണുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതിഫലനം തന്നെയായിരുന്നു CP ജോണിന്റെ പരാമർശത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പിണറായി വിജയൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, ഈ പദ്ധതി തുടങ്ങിയിട്ട് വെറും 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ആദ്യഘട്ടത്തിൽ എല്ലാ KSRTC ബസ്സിലും നൽകുമെന്ന് പറഞ്ഞ പദ്ധതി എന്നാൽ ഓർഡിനറി ബസ്സുകളിലേക്ക് ചുരുക്കുന്നു. അത്തരത്തിൽ അത് തുടങ്ങി 2 മാസം പിന്നിടുമ്പോൾ തന്നെ സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിലേക്ക് മന്ത്രിയുടെ പ്രസ്താവന വരുന്നു. ആ പദ്ധതി സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഔദാര്യം എന്ന രീതിയിലേക്കാണ് UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നത്. അതിനെതിരെയൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം അതിലെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീകൾക്ക് ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഏർപ്പാടാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 1000 രൂപ വീതം എല്ലാ മാസവും സ്ത്രീകൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ആ പദ്ധതിയെ വരെ അട്ടിമറിച്ചുകൊണ്ടാണ്, ആ പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാണ് UDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനക്ഷേമ പദ്ധതികൾ മുന്നോട്ട് വെച്ച ഒരു സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളെ വെറും നോക്കുകുത്തിയാക്കി അല്ലെങ്കിൽ അവർക്ക് ഔദാര്യം പോലെ എന്തൊക്കെയോ നൽകുന്നു എന്ന രീതിയാണ് ഈ സർക്കാർ പിന്തുടരുന്നത് എന്നുള്ള കാര്യം പിണറായി വിജയൻ ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ലൈഫ് പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിലും വലിയ വിമർശനം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. നിരവധി പേർക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന ലൈഫ് പദ്ധതിയെ പോലും അട്ടിമറിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ നൽകിയത് ഗതാഗത മന്ത്രി CP ജോണിന്റെ പരാമർശത്തിൽ വളരെയധികം വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് അഞ്ജു നൽകിയത്.